Good evening. Refrigeration and air conditioning fourth module what is air conditioning? What are the factors affecting human comfort? ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തു പോകുന്നത്. ആ രീതിയിലായിരിക്കും ഫോർത്ത് മൊഡ്യൂളിൻ്റെ ക്ലാസ് ഉണ്ടാവുക. ഇന്ന് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉണ്ട്. അതിന് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അതിൽ ഓരോ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലും വരുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇത് കൂടുതൽ വട്ടം ചോദിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ പർപ്പസ് ആണ്. ഏത് പർപ്പസിന് ആണ് നമ്മൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒന്ന് കംഫേർട്ട് എയർ കണ്ടീഷനിങ്, മറ്റേത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്. നമുക്കൊക്കെ നോക്കാം എന്താണെന്നുള്ളത്. അക്കോർഡിംഗ് ടു ദി സീസൺ ഓഫ് ദി ഇയർ, അതാണ് നെക്സ്റ്റ് വൺ. വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദി അറേഞ്ച്മെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റ്, എക്യുപ്മെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഏത് രീതിയിലാണ് ആ സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം, സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതുപോലെ തന്നെ കോമ്പിനേഷൻ സിസ്റ്റം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണ്. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ അക്കോർഡിംഗ് ടു ദ പർപ്പസ് അതാദ്യം നോക്കാം. നമുക്ക് രണ്ട് പർപ്പസാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്. നമുക്ക് ആ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, പർപ്പസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കംഫേർട്ട് എയർ കണ്ടീഷനിങ്, മറ്റേത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്. ഈ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള മെഷീൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ പല മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ മെഷീൻസ് അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കാനും പർട്ടിക്കുലർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരം മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും, അത്തരം മെഷീനറീസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഏരിയാസിലൊക്കെ പ്രോപ്പർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും പ്രോപ്പർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. അത് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുകൾ, നമ്മളെ കമ്പ്യൂട്ടേഴ്സ് ആയാലും ശരി, അതുപോലെ വളരെ ടെസ്റ്റിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ റിസർച്ച് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഒരു റിസർച്ച് R&D വിങ് ഒക്കെ ഉണ്ടായിരിക്കും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്. അപ്പോൾ ആ ഏരിയാസിലൊക്കെ എന്തുണ്ടായിരിക്കും, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് മെഷീൻസ് ഉണ്ടായിരിക്കും, വളരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം ഇതൊക്കെ എന്ത് ചെയ്യണം, ആ ടെസ്റ്റിംഗ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ പർട്ടിക്കുലർ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്തരം ഏരിയാസിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരം പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റമാണിത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽ മില്ലുകൾ, അതുപോലെ പേപ്പർ മില്ലുകൾ, മെഷീൻ പാർട്സിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റുകൾ, ടൂൾ റൂമുകൾ, ഫോട്ടോ പ്രോസസ്സിംഗ് പ്ലാന്റുകൾ, ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ആവശ്യം ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ അതാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംഫേർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് കംഫേർട്ട് എയർ കണ്ടീഷനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ കംഫേർട്ടാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻസിൻ്റെ കംഫേർട്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതല്ല, ഒരു പർട്ടിക്കുലർ റൂമിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമൻസിൻ്റെ കംഫേർട്ട്, അവയുടെ കംഫേർട്ടിന് വേണ്ടിയിട്ട് ഉള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റമാണിത് കംഫേർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. നമുക്കറിയാം നമുക്ക് ആവശ്യമായ എനർജി ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. അതെന്ത് ചെയ്യുന്നു, കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ആ ബോഡി പാർട്സൊക്കെ എന്ത് ചെയ്യുന്നു, പലതരം ഓർഗൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ
എനർജി കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്ത് വീണ്ടും അത് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അല്ലേ. സോ നമ്മുടെ ഒരു ഇൻറ്റേർണൽ ഓർഗൻസ് ഏകദേശം ഒരു 35 ഡിഗ്രി സെൽഷ്യസിൽ ആയിരിക്കണം ഫോർ അതിൻ്റെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡി എന്ത് ചെയ്യണം, അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും, ഹീറ്റിനെ റിജക്റ്റ് ചെയ്യും. മേ ബി നമ്മുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പാടില്ല, 35 ഡിഗ്രി സെൽഷ്യസിൽ കാട്ടും ഒരിക്കലും എന്ത് ചെയ്യരുത്, ബോഡിയിലെ ഉള്ളിലെ ടെമ്പറേച്ചർ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ടെമ്പറേച്ചർ കുറയാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റെഗുലേറ്റിംഗ് മെക്കാനിസം എന്തുണ്ടായിരിക്കും, നമ്മുടെ എയർ കണ്ടീഷനിങ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യും, ആവശ്യമുള്ള സമയത്ത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ആ രീതിയിലുള്ള പരിപാടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻസിന് ഒരു ക്ലിയർ കംഫർട്ടബിൾ കണ്ടീഷൻ കൊടുക്കുക, അതാണ് എന്ത് കംഫർട്ടബിൾ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ ബീയിങ്സ് ഡു നോട്ട് ഫീൽ കംഫർട്ടബിൾ ഇഫ് സം എക്സ്ട്രാ എഫോർട്ട് ഈസ് റിക്വയർഡ് ബൈ ദ ബോഡി ടു റിജക്റ്റ് ദിസ് എനർജി. ഓക്കെ, അതെന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞു 35 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസിന് വേണ്ട ടെമ്പറേച്ചർ. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതൽ ഹീറ്റ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ബോഡിയിൽ നിന്ന് ആ ടെമ്പറേച്ചർ പോകണം അല്ലേ, ബോഡിയിൽ നിന്ന് ആ ഹീറ്റ് എന്ത് ചെയ്യണം, പുറത്തേക്ക് റിജക്റ്റ് ആവണം. അതിന് മെക്കാനിസം ഉണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ബോഡി എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്ട്രാ വർക്ക് എടുക്കുന്നത് എന്ത് ചെയ്യും, നമ്മളെ ഒരു ഡിസ്കംഫേർട്ടാണ്. നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, സ്വെറ്റ് ചെയ്യാനും കൂടുതൽ ഡിസ്കംഫേർട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്കംഫേർട്ട് ഇല്ലാതിരിക്കാൻ, ഓക്കെ, അങ്ങനത്തെ ഒരു ഡിസ്കംഫേർട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ടെമ്പറേച്ചർ നമ്മൾ റൂമിൽ തന്നെ ക്രിയേറ്റ് ചെയ്താൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ആ ഒരു പ്രോപ്പർ കംഫർട്ട് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം. അതായത് പ്രോപ്പറായിട്ടുള്ള എയർ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ എയറിൻ്റെ വെലോസിറ്റി അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് വിച്ച് ഹ്യൂമൻ ബോഡി ഡസ് നോട്ട് ഹാവ് ടു ടേക്ക് എനി എക്സ്ട്രാ ആക്ഷൻ ഈസ് കാൾഡ് കംഫർട്ട് കണ്ടീഷൻ. വേറെ എക്സ്ട്രാ ആക്ഷൻ ഒന്നും എന്ത് ചെയ്യേണ്ട, ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എടുക്കേണ്ട, വേറെ എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ എക്സ്ട്രാ എഫോർട്ട് എടുക്കാതെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കംഫർട്ട് കണ്ടീഷന് കിട്ടുന്ന രീതി, അതാണ് കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so comfort air conditioning units maintain temperature and humidity of offices and other rooms used by people within a range that people perceive as pleasant. Okay, in comfort air conditioning the air is brought to the required dry bulb temperature, relative humidity for the human health, comfort and efficiency. Okay, അപ്പോൾ കംഫർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താണ്, ഫുൾ ഫോർ എന്താണ്, ഹ്യൂമൻസിൻ്റെ കംഫർട്ടാണ്. നമുക്കറിയാം ഹ്യൂമൻസിൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു എനർജി അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു എഫേർട്ട് ഹ്യൂമൻസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡിസ്കംഫർട്ടായിരിക്കും അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്വെറ്റിങ് അങ്ങനത്തെ പലതരത്തിലുള്ള പ്രോബ്ലംസ്, ഒരു ഡിസ്കംഫർട്ട് അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ഡിസ്കംഫർട്ട് അവിടെ നിന്ന് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എയർ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും വെലോസിറ്റിയും ഒക്കെ എന്ത് ചെയ്യുക, ആ രീതിയിൽ കൊണ്ടുവന്ന് ആ ഒരു കംഫർട്ട് കണ്ടീഷനെ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ആരുടെ പർപ്പസ്, കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ പർപ്പസ്. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്, പ്യുവർലി ഫോർ ഇൻഡസ്ട്രിയാണ്. ഓക്കെ, മെഷീൻസിനും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനും ആ മാനുഫാക്ചറിങ് പ്രോസസ്സിനും അല്ലെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽസിനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് അക്കോർഡിംഗ് ടു ദി പർപ്പസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ്റെ കാര്യം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, അക്കോർഡിംഗ് ടു ദ സീസൺ ഓഫ് ദ ഇയർ. നമുക്കറിയാം ഒരു വർഷം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ തന്നെ പല സീസൺസ് ഉണ്ടാവും. സമ്മർ സീസൺ ഉണ്ടാവും, വിൻ്റർ സീസൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ സമ്മർ സീസണാണ്. സമ്മർ സീസണിലാണ് നമ്മൾ കൂടുതൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യാറ്. എന്നാൽ ചില വിൻ്റർ കൺട്രീസിലുണ്ട്, അവിടെ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. എല്ലാ വർഷത്തിലെ എല്ലാ സമയത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് എന്ത്
ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം സീസൺ, ഏത് സീസണാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇപ്പോൾ വിൻ്റർ സീസണിലാണെങ്കിൽ വിൻ്റർ എയർ കണ്ടീഷനിങ്, സമ്മർ സീസണിലാണെങ്കിൽ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓവറോൾ ആ വർഷത്തിൽ എല്ലാ സീസണിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മൂന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് നോക്കാനുണ്ട്. സോ ഫസ്റ്റ് വൺ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇതാണ് നമ്മുടെ നമ്മുടെ കൺട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്, മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് എയർ കണ്ടീഷനിങ് ആണ് ഇത് സമ്മർ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്. നമ്മൾ സൈക്രോമെട്രിക് പ്രോസസ്സ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. നമുക്കറിയാം പുറത്തത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടെ സമ്മർ എയർ കണ്ടീഷനിങ് ആണെങ്കിൽ സമ്മർ ടൈമിൽ എന്താണ് കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ റൂമിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, കൂൾ ചെയ്യണം. അതുപോലെ തന്നെ സമ്മർ ടൈമിൻ്റെ പ്രത്യേകത എന്താണ്, സമ്മർ ടൈമിൽ പുറത്തുള്ള എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അവിടെ വളരെ ഹൈ ആയിരിക്കും. ആ ഹ്യൂമിഡിറ്റി കണ്ടന്റ് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് കൊണ്ടുവരണം. അതുകൊണ്ട് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന സൈക്രോമെട്രിക് പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നടക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് എന്ത്, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ഇത് അതിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലോ ഡയഗ്രമാണ്. ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം, വരച്ചിട്ട് വേണം ഈ എയർ കണ്ടീഷനിങ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ എയറിനെ കൂൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീഹ്യൂമിഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് കാണാം നിങ്ങൾക്ക്. അതിൻ്റെ ഫ്ലോ ഡയഗ്രമാണ് വിത്ത് സ്കീമാറ്റിക് അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫാൻ ഉണ്ട്, അതുപോലെ ഒരു ഹീറ്റിംഗ് കോയിലുണ്ട്, ഒരു സമ്പ് ഉണ്ട്, ഒരു കൂളിംഗ് കോയിലുണ്ട്, അതുപോലെ തന്നെ ഫിൽറ്റർ ഉണ്ട്, ഒരു ഡാമ്പർ ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടീഷൻ, ഏത് കംഫേർട്ട് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട സ്പേസ് എന്ന് പറയുന്നത്, കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസ് എന്ന് പറയുന്നത്. ദെൻ അവിടെ നിന്ന് റീസർക്കുലേറ്റഡ് ആയിട്ടുള്ള എയർ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. The outside air flows through the damper and mix up with the recirculated air which is obtained from the conditioned space. അപ്പോൾ പുറത്തുനിന്നുള്ള എയർ, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ, ആ എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലേക്ക് ഡാമ്പർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് വരുന്നത്. ഡാമ്പർ എന്ന് പറയുന്നത് ആ എയറിൻ്റെ വെലോസിറ്റി ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ അവിടുത്തെ എയർ കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡാമ്പർ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാമ്പറിലൂടെ വരുന്ന ഔട്ട്സൈഡ് എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കണ്ടീഷൻഡ് സ്പേസിൽ ആൾറെഡി നമ്മളിപ്പോൾ എയർ കണ്ടീഷനിങ് ആണെങ്കിൽ ഇതിങ്ങനെ വർക്ക് ചെയ്യണമല്ലോ, കംപ്ലീറ്റ് ടൈം വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ കണ്ടീഷൻഡ് സ്പേസിലുള്ള എയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ റൂമിലെ എയർ ഉണ്ടായിരിക്കും. ആ റൂമിലെ എയർ, അതിനെ വിളിക്കുന്ന പേരാണ് റീസർക്കുലേറ്റഡ് എയർ എന്ന് കേട്ടോ. ആ റൂമിലെ എയറുമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഔട്ട്സൈഡ് എയർ മിക്സ് ചെയ്യുന്നുണ്ട്. ആ മിക്സ് ചെയ്ത ഔട്ട്സൈഡ് എയറും റീസർക്കുലേറ്റഡ് എയറും എന്ത് ചെയ്യുന്നു, ഒരു ഫിൽറ്ററിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ത്രൂ ഫിൽറ്റർ എന്ത് ചെയ്യുന്നു, അവിടുന്ന് ആ ഫിൽറ്റർ ഡേർട്ടും ഡസ്റ്റും അതുപോലത്തെ മറ്റ് ഇമ്പ്യൂരിറ്റീസും എല്ലാം എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. ദെൻ അതെന്ത് ചെയ്യുന്നു, ഒരു കൂളിംഗ് കോയിലിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഇത് ഏതാണ്, സമ്മർ എയർ കണ്ടീഷനിങ് ആണ്. സോ കൂളിംഗ് എന്തായാലും നടത്തണം. അപ്പോൾ ദെൻ എയർ passes through a cooling coil, and the cooling coil has a temperature much below the required dry bulb temperature of the air in the conditioned space. Okay, അതായത് ഈ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമുക്കിതാണ് നമ്മളെ കണ്ടീഷൻഡ് സ്പേസ്. ഇവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെക്കാട്ടും വളരെ കുറവായിരിക്കും എന്ത്, ഈ കൂളിംഗ് കോയിലിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, കൂളിംഗ് കോയിലിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ടെമ്പറേച്ചറിനെക്കാട്ടും, ഈ കണ്ടീഷൻഡ് സ്പേസിൽ വേണ്ട ടെമ്പറേച്ചറിനെക്കാട്ടും കുറവായിരിക്കും കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ആ
ആ ഒരു ടെമ്പറേച്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിലെ ഈ കണ്ടീഷൻഡ് സ്പേസിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെക്കാട്ടും കുറവാണ് കൂളിംഗ് കോയിൽ ടെമ്പറേച്ചർ. സ്വാഭാവികമായി നിങ്ങൾക്ക് അറിയാം കൂളിംഗ് കോയിലിന് ഒരിക്കലും എന്തില്ല 100% എഫിഷ്യൻസി ഒന്നുമില്ല. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ കൂളിംഗ് കോയിലിൻ്റെ അതേ ടെമ്പറേച്ചർ തന്നെ ആർക്കും കിട്ടത്തില്ല, നമ്മുടെ എയറിനെ കിട്ടത്തില്ല. ഓക്കെ, ദെൻ ആ എയർ കൂൾഡ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യുന്നു, നേരെ ഒരു പെരിഫറേറ്റഡ് മെംബ്രെയിനിലൂടെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. The cooled air passes through a perforated membrane and loses its moisture in the condensed form which is collected in a sump. Okay, which is collected in a sump. അതായത് ഈ ഒരു എയർ എന്ത് ചെയ്യുന്നു, ഈ പെരിഫറേറ്റഡ് മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നു. അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ എയറിൽ അടങ്ങിയിട്ടുള്ള ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ്, ആ ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം, കുറയ്ക്കണം അല്ലേ, ഡീഹ്യൂമിഡിഫിക്കേഷൻ നടത്തണം. ആ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ പെരിഫറേറ്റഡ് മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിലെ എയർ എന്ത് ചെയ്യും, എയറിൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചർ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. ആ കണ്ടൻസ് ചെയ്ത മോയ്സ്ചറിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സമ്പിൽ ആ മോയ്സ്ചർ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ദെൻ ആ എയർ എന്ത് ചെയ്യുന്നു, ഒരു ഹീറ്റിംഗ് കോയിലിലൂടെ പാസ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ എയറിന് നമ്മളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈറ്റ്ലി ഒന്ന് ഹീറ്റ് ചെയ്യും. ഇതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻഡ് സ്പേസിൽ ആവശ്യമായിട്ടുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് എയറിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമ്മളിവിടെ ആൾറെഡി ഈ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെക്കാട്ടും എന്ത് ചെയ്യുന്നത്, ഇവിടെ വേണ്ട ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെക്കാട്ടും വളരെ കുറവിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, കണ്ടൻസേഷനും നടക്കണം. അപ്പോൾ അതൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ അറിയാം കുറച്ച് കൊണ്ടുവന്നാലേ ആ ഒരു കണ്ടൻസേഷനൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്വാഭാവികമായിട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ കണ്ടീഷൻഡ് സ്പേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യില്ല, ഈ പെരിഫറേറ്റഡ് മെംബ്രെയിൻ കഴിഞ്ഞാലും ആളെന്ത് ചെയ്യില്ല, എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഹീറ്റിംഗ് കോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഹീറ്റിംഗ് കോയിൽ വഴി എന്ത് ചെയ്യും, നമ്മൾ ഈ എയറിനെ വീണ്ടും ഒന്ന് സ്ലൈറ്റ്ലി എന്ത് ചെയ്യാണ്, ഒന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യുന്നു. കൂളിങ്ങിന് പുറമെ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ഹീറ്റിങ്ങും കൂടി നടക്കുന്നുണ്ട്. പക്ഷെ വളരെ സ്ലൈറ്റ്ലിയാണ്, സ്ലൈറ്റ് എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഹീറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഹീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ ഒരു കണ്ടീഷൻഡ് സ്പേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യുക, ഈ എയറിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് ആളെ എത്തിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡാമ്പർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നുണ്ട്. ഇവിടെ ഡാമ്പർ എന്നുള്ളതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ആക്ച്വലി ഇവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കൂളിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. ഡീഹ്യൂമിഡിഫിക്കേഷൻ നടന്നു. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്തിനാണ് നടത്തുന്നത്, ഇറ്റ്സ് ഫോർ നമുക്ക് ആവശ്യമായിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലേക്ക് എയറിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഹീറ്റിംഗ് കോയിലൂടെ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് ഇവിടെ നിന്ന് കൂളിംഗ് കഴിഞ്ഞിട്ടുള്ള ആളെ ജസ്റ്റ് ഒന്ന് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലൈറ്റായിട്ട് ഹീറ്റിംഗ് നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഹീറ്റിംഗ് കോയിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ വരുന്ന എയറിനെ നമ്മളൊരു സർക്കുലേറ്റിംഗ് ഫാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ സ്പേസിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ എയറിനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. കണ്ടീഷൻഡ് ആയിട്ടുള്ള എയറിനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. എന്നാലും ആ ഇതിലേക്ക് വരുന്ന ഈ കണ്ടീഷൻഡ് സ്പേസിലേക്ക് വരുന്ന എയർ എന്ത് ചെയ്യും, അതിൽ കുറച്ച് ഭാഗം എന്ത് ചെയ്യും മക്കളെ, ഈ ഒരു ഇതിലുള്ള വെന്റിലേഷൻ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് വഴിയിട്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് എയർ ഒന്നും എന്ത് ചെയ്യില്ല, ഇതിലൂടെ ഇങ്ങോട്ട് പുറത്തേക്കല്ല, കുറച്ചൊക്കെ ഇൻഫിൽട്രേഷൻ വഴിയൊക്കെ പുറത്തേക്ക് പോകും. അതുപോലെ വെന്റിലേഷൻ വഴി പുറത്തേക്ക് പോകും. അപ്പോൾ കുറച്ച് എയർ എന്ത് ചെയ്യും, ആ രീതിയിൽ അവിടെ ലോസ് ആയിപ്പോവും. ബാക്കി വരുന്ന എയർ ആണെന്ത്, റീസർക്കുലേറ്റഡ് എയർ. ആ എയർ വീണ്ടും ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ എന്ത് ചെയ്യും, ഇതിലൂടെ ഇങ്ങോട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഈ ഫാൻ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇതിലൂടെ ഇങ്ങോട്ട് വരും. ആ എയർ എന്ത് ചെയ്യുന്നു, ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന എയറുമായിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും മിക്സ് ചെയ്യുന്നു. ഔട്ട് സൈഡിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ഫുൾ എമൗണ്ട് നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, കുറേ എമൗണ്ട് ഓഫ് എയറിനൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ ഈ കണ്ടീഷൻഡ് സ്പേസിൽ നിന്ന് ലോസ്റ്റ് ആയി പോകുന്ന എയറിൻ്റെ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. ആ എയറിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ടാവും ഔട്ട് സൈഡ് എയർ എന്ത് ചെയ്യുക, ഈ ഡാമ്പർ വഴി ഇതിലേക്ക് കടത്തി വിടുക. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൈക്കിള്, സമ്മർ എയർ കണ്ടീഷനിങ് സൈക്കിൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇതാണ് സമ്മർ എയർ കണ്ടീഷനിങ്. ഓർത്തിരിക്കേണ്ടത് സൈക്രോമെട്രിക് പ്രോസസ്സ് ഏതാണ് ഇതിൽ? കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഈ ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കാര്യങ്ങൾ പറയണം. കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതുപോലെ തന്നെ വിൻ്റർ എയർ കണ്ടീഷനിങ്ങും ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇനി നമുക്ക് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം നോക്കാം. വിൻ്റർ എയർ കണ്ടീഷനിങ് നിങ്ങൾക്കറിയാം, എയറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യണം അല്ലേ? വിൻ്റർ കൺട്രീസ് നമുക്ക് എയറിന് എന്തായാലും ഹീറ്റ് ചെയ്യണം, എന്നാലേ ടെമ്പറേച്ചർ കൂട്ടാൻ കഴിയുള്ളൂ. വിച്ച് ഈസ് ജനറലി അക്കംപൈൻഡ് ബൈ ഹ്യൂമിഡിഫിക്കേഷൻ. ഹീറ്റിംഗ് മാത്രമല്ല വിൻ്റർ എയർ കണ്ടീഷനിങ്ങിൽ നടക്കുന്നത്, എന്തും കൂടി നടക്കുന്നുണ്ട്, ഹ്യൂമിഡിഫിക്കേഷനും കൂടി നടക്കുന്നുണ്ട്. ഓക്കെ, സമ്മറിലാണെങ്കിൽ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്, എന്നാൽ വിൻ്ററിൽ എന്താണ്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് നോക്കാം. ഈ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഒബിവിയസ്ലി മാറ്റം എന്താണ്, നമുക്കിവിടെ ഒരു പ്രീ ഹീറ്റർ കൊടുത്തിട്ടുണ്ടാവും. ഒരു ഹീറ്ററാണ്, കൂളിംഗ് കോയിലിന് പകരം എന്താണ്, ഒരു ഹീറ്ററാണ്. അതുപോലെ ഇവിടെ നമ്മളൊരു സമ്പായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ സമ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഹ്യൂമിഡിറ്റി കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹ്യൂമിഡിഫയർ, ഒരു സ്പ്രേ ഹ്യൂമിഡിഫയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടെ ഒരു ഹീറ്റ് കോയിൽ ഉണ്ടായിരുന്നു അല്ലേ, ഒരു ഹീറ്റ് കോയിൽ ഉണ്ട്. അതേപോലെ ഒരു റീഹീറ്റ് കോയിൽ, ഇവിടെ അതിനെ വിളിക്കുന്ന പേരെന്താണ്, റീഹീറ്റ് കോയിൽ. ബിക്കോസ് ഇവിടെ ആൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂളിംഗ് കോയിലിന് പകരം ഇവിടെ ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹീറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹീറ്റിംഗ് നടക്കുന്നുണ്ട്. ദെൻ ബാക്കിയുള്ള സിസ്റ്റമൊക്കെ എന്താണ്, എലമെൻറ്റ്സ് ഒക്കെ ഒരുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഔട്ട്സൈഡ് എയറും ഈ കണ്ടീഷൻഡ് സ്പേസിലുള്ള റീസർക്കുലേറ്റഡ് എയറും എന്ത് ചെയ്യുന്നു, അത് മിക്സ് ചെയ്യുന്നു. ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഡേറ്റുകൾ, ഇമ്പ്യൂരിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എയറിനെ നമ്മളൊരു പ്രീഹീറ്റ് കോയിലൂടെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ പോസിബിൾ ഫ്രീസിങ് ഓഫ് വാട്ടർ ആൻഡ് ടു കൺട്രോൾ ദ ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ ഇൻ ദി ഹ്യൂമിഡിഫയർ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യും. പ്രീഹീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രീഹീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ബിക്കോസ് ഈ എയർ നമുക്കറിയാം, പുറത്തുള്ള എയർ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മേ ബി അതിലുള്ള മോയ്സ്ചറൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു പാസേജിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ കണ്ടൻസ് ആവാനൊക്കെ, അല്ലെങ്കിൽ ഫ്രീസ് ആവാനുള്ള ചാൻസ്, കണ്ടൻസ് അല്ല ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്പ്രേ ഹ്യൂമിഡിഫയറിലേക്ക് എയർ വരുന്ന സമയത്ത് ആ എയർ എന്ത് ചെയ്യാം, എയറിൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചർ എന്ത് ചെയ്യാം, മേ ബി ഇവാപ്പറേറ്റ് ചെയ്ത് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, ഇവാപ്പറേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എമൗണ്ട്, ആ ഫ്രീസിങ്, ആ വാട്ടറിൻ്റെ ഫ്രീസിങ്ങും അതുപോലെ തന്നെ ഈ ഇവാപ്പറേഷൻ, ഈ ഹ്യൂമിഡിഫയറിൻ്റെ അവിടെ നടക്കുന്ന ഇവാപ്പറേഷൻ്റെ റേറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രീ ഹീറ്റർ ഉപയോഗിച്ചിട്ട് എയറിന് നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഒന്ന് ഹീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ ദാറ്റ് ദ എയർ ഈസ് മെയ്ഡ് ടു പാസ് ത്രൂ എ റീഹീറ്റ് കോയിൽ ടു ബ്രിങ് ദ എയർ ടു ദ ഡിസൈൻഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു റീഹീറ്റ് കോയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് ആളെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ദെൻ നൗ ദ കണ്ടീഷൻഡ് എയർ ഈസ് സപ്ലൈഡ് ടു ദ കണ്ടീഷൻഡ് സ്പേസ് ബൈ ഫാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ഹ്യൂമിഡിഫയറിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ സെൻറ്റൻസ് ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഇവിടെ ആ സെൻറ്റൻസ് ഇവിടെ കാണുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പ്രേ ഹ്യൂമിഡിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പ്രേ ഫോമിൽ വാട്ടറിന് എന്ത് ചെയ്യാണ്, സ്പ്രേ ഫോമിൽ ഈ എയറിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, സ്പ്രേ ഫോമിൽ കിടക്കുന്ന വാട്ടർ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്ത് ഈ എയറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യും, കൂട്ടും. അതാണ് സ്പ്രേ ഹ്യൂമിഡിഫയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഹ്യൂമിഡിഫയർ എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് എന്ത്, വിൻ്റർ എയർ കണ്ടീഷനിങ്. വിൻ്റർ എയർ കണ്ടീഷനിങ് നമ്മൾ ഉപയോഗിക്കുന്ന സൈക്രോമെട്രിക് പ്രോസസ്സ് നിങ്ങൾ ഓർത്തിരിക്കുക, എന്താണ്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. അത് മറക്കണ്ട.
ഓക്കെ, സോ ഇതാണ് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. വിൻ്ററും അതുപോലെ തന്നെ സമ്മറും കമ്പയർ ചെയ്ത് പഠിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. എന്താണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ്? ഞാൻ പറഞ്ഞു, നമുക്ക് ടോട്ടൽ ഇയറിൽ എല്ലാ സീസണിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് എന്ത് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് എന്തായാലും അപ്പം എന്തുണ്ടായിരിക്കും, അതിലൊരു സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയും കോമ്പിനേഷനാണ് എന്ത് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. റീസർക്കുലർ ഡാംപയർ ആ കാര്യങ്ങളൊക്കെ കിടക്കട്ടെ. ഫിൽറ്റർ കഴിഞ്ഞാൽ നമുക്കൊരു കൂളിംഗ് കോയിലുണ്ട്. കൂളിംഗ് കോയിൽ കഴിഞ്ഞിട്ട് ഹ്യൂമിഡിഫയർ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഹീറ്റിംഗ് കോയിലുണ്ട്. ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ്ങിൽ എന്താണ് ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. അതായത് കൂളിങ്ങിന് വേണ്ടിയിട്ട് കൂളിംഗ് നടത്താൻ വേണ്ടി ഇവിടെ കൂളിംഗ് കോയിൽ വന്നു. അതുപോലെ തന്നെ അതായത് നമ്മുടെ സമ്മർ എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട്. വിൻ്റർ എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹീറ്റിംഗ് കോയിൽ വന്നു. അവിടെ ഹ്യൂമിഡിഫിക്കേഷൻ നടത്താൻ ഹ്യൂമിഡിഫയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടത്താൻ എന്താ ചെയ്യുക? അവിടെ ഒരു പെരിഫറേറ്റഡ് മെംബ്രെയിൻ ആയിരുന്നു നമുക്ക് ഏതിലുണ്ടായിരുന്നത്, സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ ഉണ്ടായിരുന്നത്. അതൊന്നുമില്ല. പക്ഷേ പകരം ഇവിടെ ഒരു ഹ്യൂമിഡിഫയർ ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആരൊക്കെയുള്ളത്? കൂളിംഗ് കോയിലുണ്ട്, ഹ്യൂമിഡിഫയർ ഉണ്ട്, ഹീറ്റിംഗ് കോയിലുണ്ട്, ബാക്കിയുള്ള ഫാന് കാര്യങ്ങളൊക്കെ ഫിൽട്ടർ, ഡാമ്പർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന എയറിൻ്റെ വെലോസിറ്റി കുറയ്ക്കുക. അതുമൂലം എന്ത് ചെയ്യും, അവിടെ ഈ ഒരു യൂണിറ്റിലേക്ക് കയറുന്ന സമയത്ത് നോയ്സ് ഉണ്ടാവും. ആ നോയ്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡാമ്പറിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ആ ഔട്ട്സൈഡ് എയറും റീസർക്കുലേറ്റഡ് എയറും, അതായത് കണ്ടീഷൻഡ് സ്പേസിൽ നിന്ന് വരുന്ന റീസർക്കുലേറ്റഡ് എയറും മിക്സ് ചെയ്യുന്നു. ആ മിക്സ് ചെയ്ത എയർ ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് ഫിൽറ്റർ എന്ത് ചെയ്യുന്നു, ഡസ്റ്റും ഡേർട്ടൊക്കെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സമ്മർ എയർ കണ്ടീഷനിങ് സമയത്താണെങ്കിൽ, സമ്മർ സീസണിലാണെങ്കിൽ നമ്മൾ കൂളിംഗ് കോയിൽ എന്ത് ചെയ്യും, അവിടെ ഓപ്പറേറ്റ് ചെയ്യും. ആ എയറിനെ കൂൾ ചെയ്ത് ഡിസൈഡ് വാല്യൂവിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടുവരും. ഡിസൈഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഡീഹ്യൂമിഡിഫിക്കേഷൻ നടത്തണമല്ലോ. അങ്ങനെ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പെരിഫറേറ്റഡ് മെംബ്രെയിൻ വേണമായിരുന്നു. ഇവിടെ പക്ഷെ അതില്ല. ആ അറേഞ്ച്മെൻറ്റിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്, ദ ഡീഹ്യൂമിഡിഫിക്കേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഓപ്പറേറ്റിംഗ് ദ കൂളിംഗ് കോയിൽ അറ്റ് എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദി ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. എന്താണ്, നമുക്കറിയാം എയറിന് ഒരു ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ. മോയ്സ്റ്റ് എയറിന് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഉണ്ട്. ആ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിനെക്കാട്ടും ടെമ്പറേച്ചർ കുറഞ്ഞു വന്നാൽ എന്ത് ചെയ്യും, ആ മതിലുള്ള മോയ്സ്ചർ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും അല്ലേ. അങ്ങനെ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയറിൽ നിന്ന് എന്തായി, മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞു, അത് ഡീഹ്യൂമിഡിഫിക്കേഷൻ നടന്നു. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂളിംഗ് കോയിൽ എന്താ ചെയ്യുന്നത്, എയറിനെ കൂൾ ചെയ്യുക മാത്രമല്ല അവിടെ ചെയ്യുന്നത്, ഡിസൈഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പകരം ഈ എയറിൻ്റെ ഡീഹ്യൂമിഡിഫിക്കേഷനും കൂടി നടത്തുന്നത് ആരാണ്, കൂളിംഗ് കോയിലാണ് ഇവിടെ. ഓക്കെ, അതെങ്ങനെ നടത്തുന്നത്, എയറിൻ്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിനെക്കാട്ടും ബിലോ ഉള്ള ടെമ്പറേച്ചറിലായിരിക്കും എന്ത് ചെയ്യുക, ഈ കൂളിംഗ് കോയിൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കൂളിംഗ് കോയിൽ എപ്പോൾ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ, സമ്മർ സീസണിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൂളിംഗ് കോയിൽ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അന്നേരം എന്തുണ്ടാവില്ല, ഹ്യൂമിഡിഫയർ ഓപ്പറേറ്റ് ചെയ്യില്ല, അതുപോലെ തന്നെ ഹീറ്റിംഗ് കോയിലും ഓപ്പറേറ്റ് ചെയ്യില്ല. എന്നാൽ വിൻ്റർ സീസണിൽ എന്ത് ചെയ്യും, കൂളിംഗ് കോയിൽ ഇനോപ്പറേറ്റീവ് ആവും, അതുപോലെ ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്യും, എയറിന് ഹീറ്റ് ചെയ്ത് ആവശ്യമായ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും. അന്നേരം ഹ്യൂമിഡിഫയർ എന്ത് ചെയ്യും, സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ ആണ്, അത് വർക്ക് ചെയ്യും. അതെന്ത് ചെയ്യും, ആവശ്യമായിട്ടുള്ള മോയ്സ്ചറിനെ നമ്മുടെ എയറിലേക്ക് ആഡ് ചെയ്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇവിടെ എന്താ പ്രത്യേകത, രണ്ടും, അതായത് വിൻ്റർ യൂണിറ്റും സമ്മർ യൂണിറ്റും, രണ്ട് യൂണിറ്റും കൂടി എന്ത് ചെയ്യാണ്, നമ്മളൊരൊറ്റ
ഇതിൽ കൊണ്ടുവരികയാണ്. അതാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അതുകൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ എന്ത് ചെയ്യാം, ഇതിനെ യൂസ് ചെയ്യാം. വിൻ്റർ സീസണിലാണെങ്കിൽ എന്ത് ചെയ്യില്ല, വിൻ്റർ സീസണിലാണെങ്കിൽ കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യില്ല. സമ്മർ സീസണിലാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും വർക്ക് ചെയ്യില്ല. അത് രണ്ടും ഇനോപ്പറേറ്റീവ് ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ നമ്മുടെ സമ്മർ സീസണിൽ അല്ലെങ്കിൽ സമ്മർ എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും നടത്തുന്നത് ആരാണ്, ഈ കൂളിംഗ് കോയിൽ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, എയറിൻ്റെ ഇവിടെ വരുന്ന മിക്സ് ചെയ്ത് വരുന്ന എയറിൻ്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിനെക്കാട്ടും കുറവായിരിക്കണം ആ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഈ 3 ടൈപ്പ് എയർ കണ്ടീഷനിങ് സിസ്റ്റവും നിങ്ങൾ എന്ത് ചെയ്യണം, ഇയർ റൗണ്ട്, അതുപോലെ വിൻ്റർ, സമ്മർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇതിലൊരു ക്വസ്റ്റ്യൻ എന്താണ്, ഷുവറാണ്. അത് പാർട്ട് സിയിൽ വരാം, പാർട്ട് ബിയിലും വരാം, എവിടെ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് പഠിച്ചിരിക്കുക. സോ നമ്മൾ ഇന്ന് ഇത്രയേ ഉള്ളൂ സെഷൻ. നിങ്ങൾ ഈ നോട്ടുകളൊക്കെ എന്ത് ചെയ്യുക, ഞാൻ നോട്ട് അയച്ചു തരും, നിങ്ങൾ അന്നേരം അത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ആഴ്ച ഒരു എക്സാം ഉണ്ട്, സീരീസ് എക്സാം. അതിൻ്റെ ഡേറ്റ് ഞാൻ നാളെ മറ്റന്നാളോ ആയിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും.